അപ്പൊ നമുക്ക് ഇന്നൊരു പാലുകാച്ചുണ്ട് കേട്ടോ. ഞാൻ അമ്മ രാവിലെ കഴിച്ചിട്ട് പോയതാ, ഞാൻ പിന്നെ അമ്മയെ പൊക്കി കൊണ്ടുവന്നു. അമ്മ ഒരു സോഡ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അമ്മ കൂടെ പോരുന്നു. ആര് പറഞ്ഞാലും കൂടെ പോരും. ആ ശരി ശരി ശരി. അപ്പൊ നമ്മള് അപ്പൊ ഏട്ടന്റെ ഒക്കെ ഒരു റിലേറ്റീവിന്റെ പാല് കാച്ചാട്ടോ. അപ്പച്ചിയുടെ മോന്റെ. എനിക്ക് മുറയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ നമ്മള് പാല് കാച്ചിന് ഇതാ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മള് പോവാണ്. വൈകുന്നേരമാ പോന്നെ. അമ്മയൊക്കെ രാവിലെ പോയി, അമ്മയും അച്ഛനും ചേച്ചി എല്ലാരും രാവിലെ പോയി. നമ്മൾ വൈകുന്നേരമാണ് പോണത്. കാരണം നമുക്ക് രാവിലെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ഹോം ടൂർ കാണിക്കാം. വീട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, 2-3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ കൊല്ലത്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റോഡിൽ വണ്ടി ഇടാൻ സ്ഥലമില്ല. അപ്പോൾ തൊട്ടടുത്താണ് അപ്പച്ചിയുടെ വീട്. അപ്പം ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കുക കേട്ടോ ഏട്ടന് വണ്ടി കയറ്റി ഇടാൻ വേണ്ടിയിട്ട്. പൂട്ടിയേക്കുന്നു മകളാഴ്ച പിന്നെ പോയില്ലേ? ഇതിൻ്റെ അകത്ത് ഒരുപാട് താക്കോലുണ്ടായിരുന്നില്ല. ഏതാണ് ഇതിൻ്റെ പൂട്ടെന്നറിയാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു കേട്ടോ ഞാൻ തുറന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ താമസിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ തന്നെ ഇറങ്ങിയിട്ട് ഗേറ്റൊക്കെ തുറന്നിടിച്ചു. കാരണം ഈ ഗേറ്റൊന്നും തുറക്കാൻ എനിക്കറിയത്തില്ല. ഇതൊരു പ്രത്യേക മോഡൽ ഗേറ്റാണ്. അങ്ങനെ പിന്നെ ഗേറ്റൊക്കെ തുറന്ന് വണ്ടി അകത്ത് കയറ്റിയിട്ടിട്ട് ഞാനും അമ്മയും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടെ പാലുകാച്ചി വീട്ടിലോട്ട് പോവുകയാണ്. 1 2 3 മൂന്നാമത്തെ വീടാട്ടോ ഇവിടുന്ന്. ഞാൻ ചെയ്തോട്ടെ. അപ്പൊ ഞാൻ എന്താ അകത്തേക്ക് കയറി. ഫ്രണ്ടിൽ തന്നെയാട്ടോ അടുക്കള വരുന്നത്. കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ആഹാ പണിയായല്ലോ. എപ്പോഴും അടുക്കള നീറ്റായിട്ട് കിടക്കണം. കാരണം എപ്പോഴാണ് ആരാ കയറി വരുന്നേ, നമുക്ക് ഗസ്റ്റ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അടുക്കള പെട്ടെന്ന് എപ്പോഴും നീറ്റാക്കി ഇടണമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതേടീന്ന് എന്നോട് തിരിച്ച് പറയുക കേട്ടോ. അപ്പോൾ അടുക്കള ഈ കയറി വരുന്ന ഈ ഒരു പോർഷനിൽ ഇത്രയും ഭാഗമാണ് കേട്ടോ അടുക്കള. ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര ചെറിയൊരു അടുക്കളയാണ്. പറ, ഇതേത് റൂമാ? ബെഡ്റൂമാ. ഓക്കെ. നീ ഇത് ഒതുക്കുന്ന വരെ ഒരു പണിയാട്ടോ. കാണിച്ചതാപ്പോ. അപ്പൊ കുട്ടാ ഇവിടെ എന്താ അപ്പു? ഇവിടെ എന്താ? അവിടെ എന്താ? ബാത്റൂം ഉണ്ട്. ഹായ് നിറച്ച് ജനലല്ലേ അപ്പു? നല്ല വെട്ടം കിട്ടും അല്ലേ അപ്പു? ഞാൻ ബാത്റൂമും കൂടെ നോക്കട്ടെ അപ്പു. ഓക്കേ. കുറെ സ്ഥലം ഉണ്ടോ? ഇല്ലായിരിക്കോ? മുടി ചീപ്പി വെച്ച എൻ്റെ പണക്കരച്ചിലായിരുന്നു അവിടെ ഇവിടെ വരെ. കഴിഞ്ഞോ? ഇനി അങ്ങോട്ട് അപ്പു? അത് വെട്ടാതെ വളർത്തിയിട്ട് ഇറങ്ങി. എവിടെ ഫോട്ടോയിൽ കണ്ടു? അങ്ങനെ വീടൊക്കെ കണ്ടിട്ട് അടുത്ത കലാപരിപാടിയിലേക്ക് ഇരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്ന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ആറാട്ടോ, ഇത്തിക്കര ആറില്ലേ, ആ ഇത്തിക്കര ആറാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെയാട്ടോ, ഇറങ്ങി ചെന്നാൽ കാണാൻ പറ്റും. അങ്ങനെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് വീട്. അപ്പോൾ ഈ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട് വ്യൂ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. എങ്കിലും ഉള്ളത് വെച്ച് ഞാൻ സംതൃപ്തി അണഞ്ഞു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും അമ്മയും ഏട്ടനും കുഞ്ഞും കൂടെ ഇരുന്നു. പൊറോട്ട വാങ്ങിച്ചു, ഞാൻ റൈസ് വാങ്ങിച്ചു. എന്താ കാര്യം എന്നറിയോ? അപ്പോൾ കിട്ടാൻ ബാക്കി വയ്ക്കും. അതുകൊണ്ട് അതിനെ കുഞ്ഞെന്തോ അമ്മ വെള്ളം കഴിച്ചു കഴിഞ്ഞോ? അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും ഒക്കെ ഫുഡ് കഴിച്ച് തീർന്നിട്ടോ അപ്പുക്കുട്ടൻ കഴിച്ച് തീർന്നില്ല കേട്ടോ. പിന്നെ ഏട്ടൻ വാരി കൊടുത്തു. അപ്പുക്കുട്ടന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ബാക്കി വെച്ചു. എങ്കിലും ഒരു 3-4 വാ വന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇറങ്ങി.
ഞാനിവിടെ കാത്തിരിക്കാം. ഇതിനകത്ത് കയറിപ്പോണ്ട് പാ. ഇങ്ങി വാ. Lenny. എത്ര പഠിക്കുന്നത്? റിസൾട്ട് വന്നോ? അത് വിളഞ്ഞ പക്ഷേ നല്ല വിളഞ്ഞാന്ന്. നല്ല ആ വലുത് വിളഞ്ഞായിരിക്കും. ഓ ചുമ്മാ പോവാ അത്. അപ്പൊ ഈ ചക്ക എടുക്കുന്നു. ഒരു ചക്ക തോര വെക്കി എടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ചക്ക വറുത്ത് കറി വെച്ച് ഇത് 2 ദിവസത്തേക്ക് ചക്കക്കുരു, ചക്കത്തോരൻ, ചക്കവറ്റല്, ചക്കാവിയല് ഫുള്ള് ചക്കമയമായിരിക്കും. ഈ ചെറിയ ചക്ക ഉണ്ടല്ലോ അത് അത്രയും തന്നെ ആവത്തുള്ളന്ന്. അങ്ങനെ തന്നെ ആയിട്ട് പഴുക്കുക, ഭയങ്കര മധുരമാണ്. മറ്റേത് വലുത്. അവരൊക്കെ പോയാ എല്ലാവരും കൂടെ കാണുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ ശുണു പറയുമല്ലോ. അത് കേട്ടോണ്ട് ഞാനും അടുത്ത് വന്നു. അങ്ങനെ ചക്ക അടത്താൻ വേണ്ടി എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നിനക്കെത്തുവോ? മുള്ളു പറഞ്ഞേ. ആഹാ പിരിയോന്ന് ഞങ്ങള് വെള്ളം പോലെ വരുന്ന കറ പിന്നെ വിളഞ്ഞ കറ, വിളഞ്ഞ ചക്ക. വെള്ളം കുറുവറ വരുന്നത് വിളഞ്ഞ. അവർക്കൊക്കെ കൊടുക്കാനോ? മനസ്സിലായോ? വെള്ളം പോലെ വരഞ്ഞത്. ആ അതെ, ചക്ക അരക്ക്. ചക്ക അരക്ക് വെള്ളം പോലെ വരുന്നത് വിളഞ്ഞതാ. കട്ടിയായിട്ട് വരുന്നത് വിളഞ്ഞതല്ല. അത് മുറിച്ചു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അത് അതിന്റെ ചെവിട് മുറിക്കുമ്പോ അറിയാം. ആന്നാ പോയി അങ്ങനെ അടത്തിയ ചക്കയെല്ലാം എടുത്ത് കാറി കൊണ്ടുവച്ചു. ഇതെല്ലാം പഴിപ്പിച്ച് തിന്നണോ ഇനി പച്ചിച്ച് ചോരം വെച്ച് തിന്നണോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ വറക്കാം എന്നുള്ള രീതിയിലാണ് അടത്തിയേക്കുന്നത്. പിന്നല്ലാതെ നമ്മളെ മുറ്റത്ത് ചക്ക വയ്ക്കുമ്പോ ഓരോരുത്തർക്ക് ചക്ക ഇല്ല. ന്യൂസ് പേപ്പർ എടുത്തേ. ഇത് കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ ഒന്നും പറയത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഇവിടെ കാണുമ്പോൾ ഇത് മുട്ടയായിട്ടിരിക്കും.
ഇത് ഫുള്ള് അല്ല പഴുത്ത അവരിനിയും വരും. അതെ നല്ല നമ്മള് പിന്നെയും വന്ന് പറിച്ചിട്ടു. ബാക്കി റബ്ബ് പോയി ടാറ്റൊക്കെ പറഞ്ഞ് കയറിക്കോ. അപ്പോഴേ കാറ്റ് പോയിരുന്നു. പോവും. മതി. ഒന്ന് പേടിപ്പിക്കണം. ബൈ see you. ടാറ്റാ. അമ്മയ്ക്ക് സോഡ നാരങ്ങ വെള്ളം തന്നെ വേണോ? ജ്യൂസ് ഒന്നും വേണ്ടേ? അത് തന്നെ മതിയോ? ഓക്കെ. കട കണ്ടതും അപ്പുക്കുട്ടൻ ഓടിയിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. അപ്പുക്കുട്ടൻ ആ കടയിലെ ചേട്ടൻ്റെ കൂടെ കയറിപ്പോയി. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇരുന്നു. അമ്മയ്ക്ക് മധുരം വേണ്ട, തണുപ്പ് വേണ്ട എന്നൊക്കെ കേട്ടോ പറയുന്നത്. സോഡ നാരങ്ങ വെള്ളത്തിന് മധുരം വേണ്ട, തണുപ്പ് വേണ്ട എന്നൊക്കെ. എനിക്ക് തണുപ്പും മധുരം ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു സോഡ നാരങ്ങ വെള്ളം അവിടെ ചോദിച്ചോ. ഒരു സോഡ നാരങ്ങ വെള്ളം. ലൈഫ് സോഡ ലൈഫ്. മധുരമില്ലാത്ത എന്റെ എന്താടോ കൊണ്ടുവരാത്ത? മര്യാദ കുടിച്ചാൽ ചെയ്യണല്ലേ? എന്തുവാ കണക്കായിപ്പോയി. അല്ല കൊച്ചു പിള്ളേരെ കാണിക്കുന്ന പോലെ ഉണ്ട്. താങ്ക് യു. അടിപൊളി നല്ല സോഡയുടെ ഇത്. അമ്മ കുടിച്ച് തീർക്ക്, നമുക്ക് രണ്ടുപേരേ ഉള്ളൂ. ചേട്ടൻ കുടിക്കത്തില്ല. വേണ്ട മോനെ കൊടുത്തേ ഇത് കുടിച്ചു നോക്കി. അമ്മ അങ്ങനെ അമ്മയെ കൊണ്ടുവന്ന് വീട്ടിലിറക്കി. അമ്മയാ താമസിക്കുന്നേ. അമ്മേ എന്തോ നോക്കുന്ന? ഈയല് മൊത്തം ഈയല്. കാണിച്ചമ്മേ. എനിക്ക് വേണ്ട. അപ്പൊ ടാറ്റ കൊടുക്ക്. ടാറ്റ. മോനെ ആ ഉറുമ്പ ഞാൻ വളർത്തുന്നതാ. തന്നൂടാ ഒരു ഡിപ്പിക്കകത്ത്. അമ്മ അതിന് കൊണ്ടുപോട്ടെ ചക്ക. പഴുത്ത തിന്നണ്ടേ? വേണ്ട, ഞാൻ ഇവിടെ വന്ന് പഴുത്തത് കൈയിട്ട് വാരിക്കോളാം. അമ്മ എടുത്തോ, ഞാൻ കൈയിട്ട് വാരി തിന്നോളാം. അമ്മ എടുത്തോണ്ട് പോ. ഈ സാധനം അത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ ഒക്കത്തില്ലായിരിക്കും. ആ എടുത്താ
പുതിയ അമ്മ 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 പറ്റിക്കമ്മേ കൊച്ചേ, അത് പുതിയ ആഞ്ഞിലിച്ചക്ക. ബഡ് ചെയ്ത ആഞ്ഞിലിച്ചക്ക. ബഡ് ചെയ്തത് അല്ലടെ, ബഡ് ചെയ്ത ആഞ്ഞിലിച്ചക്കയാ അത്. ഈ കൊച്ചു വിശ്വസിക്കുന്നില്ല. നീ ആയിട്ട് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ ഈ മന്ദബുദ്ധി വിശ്വസിച്ചമ്മ ആഞ്ഞിലിച്ചക്കയാ. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ആഞ്ഞിലിച്ചക്കയാന്ന് ഒട്ടും വിശ്വസിച്ചില്ല. എനിക്ക് ഒരു കൊതി തോന്നി. ആഞ്ഞിലിച്ചക്കയുടെ കൂട്ടുണ്ട്. ആരെങ്കിലും എനിക്ക് ഇച്ചിരി ആഞ്ഞിലിച്ചക്ക പഴുത്തത് കൊണ്ട് തരുമോ? വെള്ളം കേറാത്ത നല്ലത്. ഞാനിട്ടാണ് നിങ്ങൾ അമ്മയടുത്ത് ചോദിച്ചാൽ എനിക്ക് ഒരു കൊതി. അവിടെ ഉണ്ട്, പക്ഷെ വെള്ളം കേറി കാണും. അത് കൊള്ളത്തില്ല. ടാറ്റാ അതിന്റെ കുരുവൊക്കെ വറുത്തില്ല. ടാറ്റാ.